നമസ്കാരം പ്രിയമുള്ളവരെ, കർഷകരെയും അവരുടെ വിവിധ കൃഷിരീതികളും പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ നമ്മളുടെ ചാനൽ വഴി അവതരിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് മികച്ച വരുമാന നേട്ടമുണ്ടാക്കി തരുന്ന ജാതി കൃഷിയെപ്പറ്റിയാണ് ഈ വീഡിയോകളിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കേരളത്തിലെ തന്നെ ജാതി തൈകളുടെ ഫാക്ടറി എന്നറിയപ്പെടുന്ന തൃശ്ശൂരിലെ പോൾസൺ നിരപ്പേൽ നഴ്സറിയിലേക്ക് നമ്മൾ പോവുകയാണ്. 20-ൽ പരം ജാതി ഇനങ്ങളുടെ അംഗീകൃത വിതരണക്കാരനായ ശ്രീ പോൾസൺ നിരപ്പേൽ എന്ന വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കൂട്ടി വിവിധ ജാതി ഇനങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകരിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് തൃശ്ശൂർ പട്ടിക്കാടുള്ള പോൾസൺസ് നഴ്സറിയിലാണ്. ഇവിടെ വിവിധ ഇനം ജാതികൾ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നതാണ്. അതിൽ തന്നെ ഒരു പ്രത്യേക ഇനം വെറൈറ്റി ആയിട്ടുള്ള സിന്ധുശ്രീ ജാതിയെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സിന്ധുശ്രീ തന്നെയല്ല കേട്ടോ, 20ഓളം ഇനം ജാതികളുണ്ട്. ഇതിപ്പോൾ നമ്മുടെ അടിമാലിയിലുള്ള സുമിത്തിയേട്ടൻ്റെ കർഷകൻ്റെ പറമ്പിലുള്ള ഫാബ് ജാതി, അദ്ദേഹം അതിന് പേരിട്ടിരിക്കുന്ന ഫാബ് ജാതി എന്നാണ്. ഫാബ് ജാതിയുടെ ബഡ് വുഡാണ്. അതേപോലെ തന്നെ ഫാബ് തന്നെയാണ് മൾട്ടി റൂട്ട് ലോങ് എന്ന് പറഞ്ഞിട്ടും വിൽക്കുന്നുണ്ട് പലരും. എല്ലാ ഇനങ്ങളുടെയും ബഡ് വുഡാണുള്ളത്, വലിയ മരങ്ങളൊന്നുമില്ല. ബഡ് വുഡ് പിടിപ്പിച്ചിട്ട് എല്ലാ ഇനങ്ങളും നമ്മൾ ബഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൊള്ളാച്ചിയിലുള്ള സിന്ധുശ്രീ ജാതിയുടെ തോട്ടം കാണുന്നതിനും അതിൻ്റെ ജാതി കായും പത്രമൊക്കെ എങ്ങനെയുണ്ടെന്നും അറിയാനും, അത് കേരളത്തിൽ എങ്ങനെയുണ്ട്, കേരളത്തിൽ കാഴ്ചയ്ക്കുന്ന കർഷകരുടെ അടുത്ത് എങ്ങനെയുണ്ട്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് പൊള്ളാച്ചിയിലെ ആനമലയോട് ചേർന്നുള്ള പ്രദേശത്താണ്. ഇവിടെ കതിർവേൽ സാറും ഫാമിലിയുമുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ഈ ഒരു ജാതി കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷങ്ങൾ നമ്മളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്. സാറേ വണക്കം. അതെ, നമ്മൾക്കിപ്പം ഇവിടെ സിന്ധുശ്രീ ഒരു ഇനമാണല്ലോ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ എന്തോരം സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം സ്ഥലത്ത് ഇവിടെ സിന്ധുശ്രീ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്? 10 ഏക്കറിൽ സിന്ധുശ്രീ ഫുള്ളായിട്ടുണ്ട്. മറ്റ് ഇനങ്ങൾ നമ്മൾ പരീക്ഷിച്ചിരുന്നോ? 1-2 വെച്ചിട്ടുണ്ട് സാമ്പിൾസിന്. ഏതൊക്കെ ഇനങ്ങളായിരുന്നു സാറേ? യെല്ലോ മെയ്സ്, റൗണ്ട് ലീഫ് 2-3 തൈ ഉണ്ട്. പിന്നെ ഇത് മറ്റേ കോഴിക്കോടുകാരുടെ കടുകമ്മാക്കൽ. അവരതും 2 തൈ വെച്ചിട്ടുണ്ട്. 2 തൈ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിന്ധുശ്രീ ഉണ്ട്. ഇതെല്ലാം ഒരേ സമയത്തായിരുന്നോ നമ്മൾ പ്ലാന്റ് ചെയ്തത്? പ്ലാന്റേഷൻ ഒരേ സമയത്തിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നല്ല വെറൈറ്റി മാത്രം എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ 12 വെറൈറ്റി ഉണ്ട്. അതിൽ നല്ലത് എടുത്ത് അതിലൊന്ന് ബ്രീഡിങ് ചെയ്തിട്ടുണ്ട്. നഴ്സറിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് വരെ ഉള്ളതൊക്കെ പോയി, തൈ വിറ്റ് തീർന്നു. ഇനി കറണ്ട് ഇയറിൽ ബെഡ് തയ്യാറാക്കണം. തൈ തയ്യാറായിട്ടുണ്ട്. ബെഡിൽ 2 പ്ലാന്റ് ഉണ്ട്. വലിയ പ്ലാന്റിൽ ബഡ് ചെയ്ത് ചെറിയ തൈകളൊക്കെ ചെയ്യില്ല. സ്ട്രെങ്ത് ഉള്ള അപ്പോൾ ഒന്നും കൂടെ ഗ്രോത്ത് കൂടുതൽ കിട്ടും. സ്ട്രെങ്ത് ആയിട്ട് നന്നായിട്ടുണ്ടാകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല വാല്യൂബിളുള്ള തൈകൾ ബഡ് ചെയ്യുന്നുണ്ട്. ബഡ് ചെയ്താൽ 6 മാസം 7 മാസം ആകും. തൈയായി സെറ്റായി വിൽക്കാറാവാനായിട്ട് 6 മാസം 7 മാസം ആകും ബഡ് ചെയ്യും. സാറേ, ഇത് നമുക്ക് നോക്കുമ്പോഴേ പലതും കൊലയായിട്ട് ബഞ്ചായിട്ട് ഇതിങ്ങനെ കാഴ്ചയ്ക്കുന്ന കാണുന്നുണ്ട്. ഇതിൻ്റെ പൊതുവെ നേച്ചർ എങ്ങനെയാണോ സിന്ധുശ്രീയുടെ? നേച്ചർ 3-5 വരും. 3 to 5 ഓരോ ബഞ്ചിലും വന്ന് നട്ട്സ് വരും. അതിൽ 3-5 വെതറെ ഉണ്ടാകും. സൈസ് ഒരേ മാതിരി തന്നെ ഉണ്ടാകും. അതിൻ്റെ നമ്മൾ വാട്ടറും ഫെർട്ടിലൈസറും പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുന്നത് നന്നായിട്ടുണ്ട്. സൈസ് ഒരേ മാതിരി വരും. കണ്ടോ? എല്ലാം ഒരേ പ്രായത്തിൽ നിൽക്കുന്നു, ഒരേ വലിപ്പത്തിൽ നിൽക്കുന്നു. ഓക്കെ, ഇങ്ങനെ എല്ലാ തൈയിലും ഉണ്ടാകും. എല്ലാത്തിലും അതേപോലെ തന്നെ 2 ക്രോപ്പ് ഉണ്ടാവും അല്ലേ ഒരു വർഷം? ഇനി അത് മഴ പെയ്യുന്നത് പുറത്ത് ഫസ്റ്റ് ക്രോപ്പ് സെക്കൻഡ് ക്രോപ്പ് വരും. ഫസ്റ്റ് ക്രോപ്പ് മഴ നന്നായിട്ടുണ്ടെങ്കിൽ ഫുള്ളാക്കി ഫസ്റ്റ് ക്രോപ്പിലേ മുടിയും. 1-2 തൈയിൽ സെക്കൻഡ് ക്രോപ്പ് ഉണ്ടാകും. മറ്റപടി എല്ലാമേ ഒരേ മാതിരി ഉണ്ടാകും. നമ്മൾ ഈ ഇത്രയും ഇനങ്ങൾ ഇപ്പോൾ മഞ്ഞപ്പത്രി ഉണ്ട്, കടുകമാക്കലുണ്ട്, അതേപോലെ സിന്ധുശ്രീ ഉണ്ട്, റൗണ്ട് ലീഫ് ഉണ്ട്. റൗണ്ട് ലീഫ് എന്ന് പറഞ്ഞാൽ പൊള്ളാച്ചിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന കൃഷി ചെയ്യുന്ന ഇനം റൗണ്ട് ലീഫാണെന്ന് തോന്നുന്നു. പക്ഷേ സാറ് ഈ സിന്ധുശ്രീ മാത്രമായിട്ട് പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താണ്? നിനക്ക് നമ്പിക്കയുണ്ട്, നന്നായിട്ടുണ്ട്. അത്ര തൈയിലും കായുണ്ട്. ഈ റൗണ്ട് ലീഫിനേക്കാളും കൂടുതൽ ഉൽപ്പാദനം കിട്ടുന്നതുകൊണ്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ട് ലീഫ് എത്ര മരമുണ്ട് നമുക്ക്? റൗണ്ട് ലീഫ് 2-3 മരമുണ്ട്. 3 മരം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നട്ടുവെച്ചത്. ഇതെല്ലാം ഒരേ സമയത്തിൽ വെച്ചത്. ഇത് നോക്കുമ്പോൾ ഇത് തന്നെ നന്നായിട്ടുണ്ട്. നമ്പർ ഓഫ് നട്ട്സ് നമ്മൾ കൂടുതലുണ്ട്. സൈസും ഉണ്ട്. സൈസും സിന്ധുശ്രീയാണ് കൂടുതൽ. നമ്മൾ ഒരു വർഷം എത്ര പ്ലാന്റ്സ് തൈ ഉണ്ടാക്കും? നമുക്ക് തൈ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം 600 തൈ തയ്യാറാക്കി. ഈ കൊല്ലം ഒരു 1000 തയ്യാറാക്കാൻ വേണ്ടിയിട്ട്
ബഡ് പിടിച്ചു വരുന്നത്. അതിലിருந்து 6 മാസം കളിച്ചാൽ തന്നെ ഫീൽഡിൽ വെക്കാം. ഇപ്പം നമ്മൾ ഇത് വീഡിയോ എടുക്കുന്നത് നമ്മളിപ്പം April 8th. അപ്പം മെയ്, ജൂൺ, ജൂലൈ, ഡിസംബറിൽ ജൂലൈ ഓഗസ്റ്റിൽ ആയിടും. അപ്പോൾ 4 മാസം ആയിടും. 4 മാസം ആയിട്ട് ഡിസംബറിൽ കൊടുക്കാം. ഡിസംബറിൽ കൊടുത്തിടാം. ഓഗസ്റ്റിലൊക്കെ കൊടുത്തിടാം. 4 മാസം സേഫാ വെക്കണം. സാറേ, നമുക്ക് ഈ സിന്ധുശ്രീയുടെ ഇത് 2 പ്രാവശ്യം കിട്ടുമെന്ന് പറഞ്ഞല്ലോ വിളവ്. അപ്പോൾ നമുക്ക് ഈ 2 പ്രാവശ്യം കിട്ടുമ്പോൾ ഇതിപ്പം കായ തൂങ്ങിയിട്ട് കമ്പ് വളഞ്ഞു നിൽക്കുകയാണ്. കായയുടെ എണ്ണം കാരണം അത്രയധികം കമ്പുകൾ, എല്ലാ ബ്രാഞ്ചസും വളഞ്ഞു നിൽക്കുകയാണ്. ഇതേപോലെ തന്നെ ഓവറായിട്ട് കായ്ക്കുക. സെക്കൻഡ് ക്രോപ്പ് കുറച്ച് കമ്മിയാകും. ഫസ്റ്റ് ക്രോപ്പുക്ക് കമ്പയർ ചെയ്യുമ്പോൾ സൈസ് കൊഞ്ചം ചെറുതായിരിക്കും. ഫസ്റ്റ് ക്രോപ്പുക്ക് സൈസ് കൊഞ്ചം ചെറുതായിരിക്കും. மழை பெஞ்சிருச்சுன்னா எல்லாமே ஒரே மாதிரி வந்துடும். இப்போ பார்த்தீங்கன்னா இதில் இருக்கிறது காய் சிறுசு இருக்குது. സെക്കൻഡ് ക്രോപ്പിനുള്ളത് കായ് സിറുത്തുണ്ട്. ഫസ്റ്റ് ക്രോപ്പ് വെടിക്കാനുള്ള തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴ പെയ്യാൻ നന്നായിട്ടുണ്ടാവും. സെക്കൻഡ് ക്രോപ്പിന് നന്നായിട്ട് വരുമോ കായ? വലിപ്പം வந்து மழை കൂടുതൽ என்னதான் ഇറിഗേറ്റ് பண்ணாலும் മഴ കൂടുതൽ പെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ ബെസ്റ്റായിരിക്കും. നമ്മൾ ഡ്രിപ്പാണല്ലോ കൊടുക്കണം അല്ലേ? ഡ്രിപ്പ്. അപ്പോൾ ഓരോ പോയിന്റ് തന്നെയാണല്ലോ, ഒരു പോയിന്റിൽ മറ്റൊന്നും കിടക്കില്ല. 5 പോയിന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? 4 പോയിന്റ് റൗണ്ടായി കൊടുത്തിട്ടുണ്ട് അല്ലേ? നമ്മൾ ഫെർട്ടിലൈസർ അതിലൂടെ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അത് സെപ്പറേറ്റ്. നമ്മുടെ ഈ സിന്ധുശ്രീ ജാതിരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ളൊരു എളുപ്പമാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കായില്ലാത്ത സമയത്ത് ശിഖരങ്ങളൊക്കെ മുകളിലോട്ട് നിൽക്കും. കായായി കഴിയുമ്പോൾ അതിൻ്റെ കായയുടെ വെയിറ്റ് കൊണ്ട്, കാരണം ഓവറായിട്ട് കായ്ക്കുമല്ലോ, കായയുടെ വെയിറ്റ് കൊണ്ട് ഈ ശിഖരങ്ങളൊക്കെ വളഞ്ഞ് താഴോട്ട് വരും. കണ്ടോ? നിറച്ച് കായായപ്പോൾ താഴോട്ട് വളഞ്ഞ് നിൽക്കുന്നത് ഇത് കണ്ടോ? ഇതിൽ നിറച്ച് കായായിട്ട് ശിഖരങ്ങൾ വളഞ്ഞ് നിൽക്കുന്നത്. ചെറിയ മരമാണ്, എന്നാലും ഇവിടെ ഒരു ശിഖരമാണെങ്കിൽ ഒടിഞ്ഞു പോയി. ഇത് ഒടിഞ്ഞു പോയി. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ കതിർവേൽ സാറിൻ്റെ സിന്ധുശ്രീ തോട്ടം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈ സിന്ധുശ്രീ ജാതി ബഡ് ചെയ്ത് കൊടുക്കുന്ന നഴ്സറിയിലാണ് നമ്മൾ നിൽക്കുന്നത്. സാറ് എല്ലാം 2ാം വർഷം പ്രായമായി, 2 വർഷത്തിൽ മുകളിൽ പ്രായമുള്ള വലിയ നാടൻ ജാതിയിലാണ് ബഡ് ചെയ്ത് കൊടുക്കുന്നത്. സാറേ, അപ്പോൾ നമുക്ക് ഈ തൈയുടെ വില എന്താണ്? 1350 രൂപയ്ക്ക് നല്ല ജാതി തൈകൾ സിന്ധുശ്രീയുടെ നമുക്കിവിടെ ലഭ്യമാണ്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെ പൊള്ളാച്ചി ആനമലയിലുള്ള സിന്ധുശ്രീ ജാതി ചെടിയെ പറ്റിയുള്ള വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിന്റെ കേരളത്തിലെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കോഴിക്കോടേക്ക് പുറപ്പെടുകയാണ്. ഷായി ചേട്ടൻ നമ്മുടെ നെരപ്പേൽ നഴ്സറിയുടെ കോഴിക്കോട് ബ്രാഞ്ച് നടത്തുന്ന ആളാണ്. കൂടരഞ്ഞിയിലാണ് സ്ഥലം. അപ്പോൾ ആദ്യകാലത്ത് ഒരു 5 വർഷം മുമ്പ്, ഏകദേശം 5 വർഷമായി ഷായി ചേട്ടാ, നമ്മൾ ഈ സിന്ധുശ്രീ 5 വർഷം മുന്നേ വെച്ചതാണ്. 5 വർഷം മുന്നേ സിന്ധുശ്രീ ജാതിയുടെ തൈ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഉൽപ്പാദനം എങ്ങനെയുണ്ട്, നമ്മൾ കേരളത്തിൽ അതെങ്ങനെയാണ് അതിൻ്റെ ഉൽപ്പാദനം? ഇപ്പോൾ നമ്മുടെ ലോ റേഞ്ച് അല്ലേ? പിന്നെ ഇത് പക്കാ ലോ റേഞ്ചാണ്. നമുക്ക് എന്തോരം ടെമ്പറേച്ചർ വരും ഇവിടെ കൂടരഞ്ഞിയിൽ? ഇതൊരു 38-40 ആ റേഞ്ച് വരെ എത്താറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സിന്ധുശ്രീയുടെ ഒരു മരമാണ്. എത്ര മരം ഉണ്ട് നമ്മളിവിടെ വെച്ചിട്ട്? നമ്മളൊരു 25-30 മരം സിന്ധുശ്രീ തന്നെ വെച്ചിട്ടുണ്ട്. ഉണ്ട്. നമുക്ക് അതിൻ്റെ ഒരു കായൊന്ന് പറിച്ചു നോക്കാം. അവിടെ പൊട്ടിയത് കണ്ടായിരുന്നല്ലോ. ഇവിടെ ഉണ്ട്. അതൊന്ന് പറിച്ചേ. ഇതിൻ്റെ സിന്ധുശ്രീയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പത്രി ഒരല്പം പുറത്തോട്ട് നിൽക്കും. പൊളിച്ചു വരുമ്പോൾ നല്ല പത്രിയാണ്, നീണ്ട് പുറത്തോട്ട് നിൽക്കും. സിന്ധുശ്രീയുടെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ളൊരു മാർഗ്ഗമാണ്. ഇതിങ്ങനെ പുറത്തോട്ട് നീണ്ടു നിൽക്കും. കായും പത്രിയും കൂടെ. ഇതാണ് കായും പത്രിയും. സിന്ധുശ്രീയുടെ നല്ല പത്രിയാണ്, നല്ല കായാണ്. ഇതിപ്പോൾ നമ്മുടെ ഷായിച്ചാറിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു സിന്ധുശ്രീ മരമാണ്. ഇത് കണ്ടോ? കമ്പൊക്കെ തൂങ്ങി നിൽക്കുന്നുണ്ടോ? കാവെന്ന് പറഞ്ഞിട്ട്. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഇച്ചിരി ഇലക്കൊഴുപ്പ് കുറവുണ്ട്. അത് നമുക്ക് ചോട്ടിൽ നോക്കിയാൽ അറിയാം. ചോട്ടിൽ കാണിച്ച് നട്ടു വെച്ചതല്ലാതെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല. ആ കാട് പിടിച്ച് അങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്നാലും അതിൻ്റെ കാപിടുത്തം കണ്ടോ? ഒരുപാട് വളമോ അല്ലെങ്കിൽ സാധനങ്ങളൊന്നും ചെയ്തിട്ടല്ല ഈ സാധനം ഇതേപോലെ കായ്ക്കുന്നത്. കായ്ക്കാണെങ്കിൽ നല്ല വലിപ്പമുണ്ട്, നിറച്ച് കായ്ച്ച് നിൽപ്പുണ്ട്. കണ്ടോ? പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല. ഇത് കണ്ടോ? സിന്ധുശ്രീയുടെ കായും പത്രിയും ഇതെല്ലാം ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട്. ആള് പറമ്പ് നോട്ടമൊന്നുമില്ല. ഇപ്പോൾ മഴയങ്ങ് കൂടിയില്ലേ? സിന്ധുശ്രീയുടെ പ്രത്യേകത അതിൻ്റെ പത്രി കുറേ കൂടെ പുറത്തോട്ട് നിൽക്കും. പത്രിക്ക് നല്ല വലിപ്പമാണ്. കായ എന്നാൽ മോശമില്ല.
നന്നായിട്ടുണ്ടാവുകയും ചെയ്യും. കേരളത്തിലെ കാലാവസ്ഥയ്ക്കും നല്ല ബെസ്റ്റ് സാധനമാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല, ചിലർക്ക് സംശയമുണ്ട് തമിഴ്നാട്ടിലുണ്ടാവുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടാവുമോ, കേരളത്തിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഉൽപ്പാദനം, ഇങ്ങനെയൊക്കെ ഒരു സംശയമുണ്ട് പലർക്കും. സ്വാഭാവികമാണല്ലോ, നമ്മൾ നടുമ്പോൾ കാശ് മുടക്കി നടുന്നതല്ലേ. ഇതിങ്ങനെ കാട് പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ ഷാജേട്ടാ, ഒരു തമാശന് ചോദിക്കാം, ഇതിനിപ്പോൾ വളം ചെയ്തിട്ട് എത്ര കാലമായി? ഇതിപ്പോൾ 2-3 വർഷമായിട്ട് വളം ചെയ്ത് 2 വർഷമായിട്ട് ഇച്ചിരി മോശമാണ്. എനിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നമൊക്കെ വന്നതിൻ്റെ പേരിൽ പറമ്പിൽ അധികം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എന്നാലും കാപിടുത്തത്തിന് കുറവൊന്നുമില്ല, നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അതെ അതെ അതെ, അതിപ്പോൾ ഏത് മരം നോക്കിയാലും അറിയാം, എല്ലാം മൊത്തത്തിലൊരു കാടായ ഒരവസ്ഥയിലാണ്. ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞിട്ട്. എന്തായാലും തൈ ഇവിടെ കോഴിക്കോട് ഭാഗത്തുള്ളവർക്ക് എളുപ്പമുണ്ട്. സിന്ധുശ്രീ കായ്ച്ചു നിൽക്കുന്ന കാണേണ്ടവർക്ക് ഇവിടെ വന്ന് ഷാജിച്ചേട്ടൻ്റെ പറമ്പിൽ വന്ന് കണ്ട് തൈ മേടിച്ച് പോകാൻ പറ്റും. ഒരു 10-25 മരം കായ്ച്ചു നിൽക്കുന്നുണ്ട് ഒരേപോലെ. ഇപ്പോൾ നമ്മൾ ഷാജിച്ചേട്ടൻ്റെ ഇവിടെ കൂടരിഞ്ഞ് നെരപ്പേൽ നഴ്സറിയുടെ ബ്രാഞ്ചിലാണ് നിൽക്കുന്നത്. ഷാജിച്ചേട്ടൻ്റെ അടുത്ത് തൈകൾ സ്റ്റോക്കുണ്ട്. ജാതി തന്നെയല്ല, പല വൃക്ഷങ്ങൾ എല്ലാം ഉണ്ട് ഷാജിച്ചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്നും സിന്ധുശ്രീ ജാതിയെ പറ്റിയുള്ള വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി, അതിൻ്റെ തയ്യെ പറ്റിയുള്ള മറ്റ് വിശേഷങ്ങളെല്ലാം തന്നെ സാറ് നമ്മളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ അവിടുന്ന് കതിർവേൽ സാറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ബഡ്വുഡ് പിടിപ്പിച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തെടുത്താണ് സിന്ധുശ്രീ ജാതിയുടെ തൈകൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയത് കായ്ച്ചിക്കുന്നത് കണ്ടും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പറ്റുന്നതാണ്, വളരെ അനുയോജ്യമാണ്. തമിഴ്നാട്ടിലേക്ക് എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലേക്കാളും കുറെ കൂടെ കായ്ക്ക് വലിപ്പം കിട്ടി. നമ്മൾ കൂട്ടരിഞ്ഞിൽ ഇത് കായ്ച്ചിരിക്കുന്നതുണ്ട്, അപ്പോൾ കായ്ക്കും പത്രിക്കൊക്കെ വലിപ്പം കൂടുതലുണ്ട്. ഇതിൻ്റെ സിന്ധുശ്രീ ജാതിയുടെ നാടൻ ജാതിയെ ചെയ്ത ഈ വലിപ്പമുള്ള തൈയാണ് ഒരു തട്ട് തൈ നമ്മൾ കൊടുക്കുന്നത്. നാടൻ ജാതിയെ ചെയ്ത തൈകൾ നമ്മൾ 400 രൂപയ്ക്കും, അതേപോലെ കാട്ടുജാതിയെ ചെയ്ത തൈകളും സെയിം 400 രൂപയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത്. ഇത് സിന്ധുശ്രീയുടെ തൈകൾ കൂടാതെ നമ്മളൊരു 20ഓളം വെറൈറ്റി ജാതി തൈകൾ ചെയ്യുന്നുണ്ട്. ഹൈബ്രിഡ് ഇനങ്ങളായ ഗോൾഡൻ, ശ്രീലങ്കൻ, സിന്ധുശ്രീ, വിശ്വശ്രീ, കേരളശ്രീ, KAU പൂത്തുറ, ഇതെല്ലാം നാടൻ ജാതിയെ ചെയ്തതാണെങ്കിലും കാട്ടുജാതിയെ ചെയ്തതാണെങ്കിലും 400 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ബ്രാൻഡഡ് ഇനങ്ങളായ കടുകമ്മാക്കൽ, കൊച്ചുകുടി, കിണറ്റുകര, പുന്നന്താനം, ഫാബ്, കിങ്, മുണ്ടത്താനം, പുല്ലൻസ്, അങ്ങനെയുള്ള വെറൈറ്റികളെല്ലാം 300 രൂപയായിട്ടാണ് നമ്മൾ ഇവിടെ വിൽക്കുന്നത്. നാടൻ ജാതി ചെയ്താലും കാട്ടുജാതി ചെയ്താലും വേറെ വില വ്യത്യാസമൊന്നുമില്ല. ഒരു തട്ട് തൈക്കാണ് 400, 2 തട്ട് തൈ ആണെങ്കിൽ 600 രൂപയാണ് വരുന്നത്. കാസർഗോഡ്, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം, കോട്ടയം എല്ലാം ബ്രാഞ്ചുകളുണ്ട്. ബ്രാഞ്ചുകളിലൂടെ തൈകൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് കൊറിയറായിട്ടും അല്ലാതെയും വണ്ടി സർവീസിലൊക്കെ കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ധാരാളം കർഷകർ കൊണ്ടുപോകുന്നുണ്ട്. കുറച്ചൊക്കെ തൈകൾ വേണ്ടവർക്ക് നേരിട്ട് വരാതെ അങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെ പൊള്ളാച്ചി ആനമലയിലും അതോടൊപ്പം തന്നെ കോഴിക്കോട് കൂടരഞ്ഞിയിലുമുള്ള സിന്ധുശ്രീ എന്ന് പറയുന്ന ജാതി ഇനത്തെ പറ്റിയുള്ള എല്ലാ വിശേഷങ്ങളും പരിചയപ്പെട്ടു കഴിഞ്ഞു. തുടർന്ന് വരുന്ന വീഡിയോകളിലൂടെ മറ്റ് വിവിധ ഇനം ജാതി ചെടികളെ പറ്റിയും പരിചയപ്പെടുത്തുന്നതാണ്. ഇതുപോലുള്ള വിവിധ കാർഷിക വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ഫോളോ ചെയ്യുക.